ഹലോ ഗെയിമേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിനായിട്ട് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലും ഞാൻ വീഡിയോ കഴിയുന്നവരെ ഫുള്ള് കാണണം അങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ തമ്മിലല്ലേ കണ്ടല്ലോ, കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് ഡെഡ്. എനിക്ക് ഓർമ്മ ഞാൻ അപ്പോൾ ഏകദേശം ഒരു 8 മാസമൊക്കെ മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഈ ഗെയിം കളി തുടങ്ങിയിട്ട്. ആൻഡ് ഞാൻ അപ്പോൾ ആ 8 മാസത്തിൽ ഞാൻ 13 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തു. ആ 13 വീഡിയോസിലെ ഏകദേശം 12 വീഡിയോസും മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഗെയിമിനെ ബേസ് ചെയ്തിട്ടേന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കിപ്പോൾ മാക്സിമം പോയിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് പറഞ്ഞാൽ 15K സംതിങ് കഴിഞ്ഞ്. പിന്നെ ഞാനിപ്പോൾ നാളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടീനി, കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ഡെഡായെന്ന്. അതിൽ വോട്ടിൽ ജയിച്ചതും എല്ലാവരും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് ശരിക്കും അത് ശരിയാണെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു കൊറോണയുടെ ടൈമിൽ 2020 2019 ആ ടൈമിലൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ പ്രൈം ടൈമിൽ, കാരണം വെച്ചാൽ ഞാൻ ആലോചിക്കും, ഇപ്പോൾ അതിനേക്കാൾ അന്ന് വിട്ട് അപ്ലോഡ് ചെയ്ത് 10x വെക്ടർ വീഡിയോ ഇട്ടാൽ പോലും വ്യൂവർഷിപ്പ് ഭയങ്കര കുറഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. കാരണം അന്ന് ഒന്നെന്ന് വെച്ചാൽ ഈ കൊറോണ ടൈമിലൊക്കെ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി അത്രയും മാസീവ് ആയിരുന്നു. അതായത് ആ നീസിനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ അന്നുണ്ടായി. പക്ഷെ ഇന്ന് വെച്ച് നോക്കുമ്പോൾ അന്ന് ഇല്ലതിൻ്റെ 10-1 ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതന്നെ ഈ മൈൻക്രാഫ്റ്റ് കേരള കമ്മ്യൂണിറ്റി എങ്ങനെ ഡൗൺ ആയി എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് 3 കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. ഒന്നാമത്തെ, കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി എങ്ങനെ ഡൗൺ ആയി. ഓക്കെ, രണ്ടാമത്തെ, ഇതിനെ പഴയ പോലെ അത്ര സ്ട്രോങ് ആയിട്ട് എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം. അതിന് മൂന്നാമത്തെ, എൻ്റെ ചാനൽ, ഈ ചാനൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻസ് ചാനലിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. ഞാൻ പറഞ്ഞു കൊടുക്കടാ, ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചാവട്ടെ, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. എനിക്ക് എന്താ സംസാരിക്കാറില്ലെന്ന് നിങ്ങൾ ശരിക്കും കേൾക്കണം. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീസൺ, കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ഡൗൺ ആയി. അതിൽ ഒന്നാമത്തെ റീസൺ വെച്ചാൽ എനിക്ക് തോന്നിയത് ഒന്നാമത് ഈ ഗെയിം തന്നെയാണ് ഇതിന് കാരണം ഞാൻ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടപ്പോൾ ഓലൊക്കെ പറഞ്ഞത് ആഫ്റ്റർ ദ അപ്ഡേറ്റ് ഇൻ 1.50 മൈൻക്രാഫ്റ്റ് 1.50 എന്ന അപ്ഡേറ്റിന് ശേഷം ഒരു നല്ല അപ്ഡേറ്റ്സ് തീരെ കൊണ്ടുവരാതായി. അങ്ങനെ നല്ല അപ്ഡേറ്റ്സ് തീരെ കൊണ്ടുവരാതായപ്പോൾ എന്ത് ചെയ്ത് ക്രിയേറ്റേഴ്സിന് ആ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. അങ്ങനെ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൻ്റെ ടോട്ടൽ ഗെയിമിങ്ങിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഇത് ബാധിക്കും. കാരണം അപ്ഡേഷൻ കൊണ്ടുവരാഞ്ഞാൽ ക്രിയേറ്റേഴ്സ് കണ്ടന്റ് അപ്ലോഡ് നിർത്തും. അങ്ങനെ സംഭവിച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ ടോട്ടൽ വ്യൂവർഷിപ്പ് കുറയും. അപ്പോൾ അങ്ങനെ അപ്ഡേഷൻ കൊണ്ടുവരാതെ വരുമ്പോൾ ക്രിയേറ്റേഴ്സിന് പുതുതായിട്ട് ഇടാനുള്ള കണ്ടന്റ് ഇല്ലാതായി. എന്തെങ്കിലും ഒന്ന് വരണ്ടേ കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥ ഒന്നും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഉദാഹരണത്തിന് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി മൊത്തത്തിൽ തന്നെ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം ഡൗൺ ആയി. കാരണം ഉദാഹരണത്തിന് പണ്ട് തന്നെ ടോപ്പ് ക്രിയേറ്റേഴ്സിനെ ഓർമ്മ ഉണ്ടോ? ഉദാഹരണത്തിന് ടെക്നോബ്ലേഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ, പിന്നെ പ്യൂരിഫൈ, അങ്ങനത്തെ ഒരുപാട് ഡ്രീം പോലത്തെ ടോപ്പ് ക്രിയേറ്റേഴ്സ് അന്നുണ്ടായപ്പോൾ അന്ന് ഓലൊക്കെ ടോപ്പ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അന്ന് മൊത്തത്തിൽ ഗ്ലോബലി മൈൻക്രാഫ്റ്റ് എപ്പോഴും ടോപ്പ് നോച്ചായിട്ട് നിൽക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, മലയാളീസിൽ ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ക്രിയേറ്റേഴ്സൊക്കെ അർജുൻ MP പോലെ ക്രിയേറ്റർ, പിന്നെ ക്യൂഫി, ഇവരൊന്നും മൈൻക്രാഫ്റ്റ് കളിക്കണേ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരൊന്നും നിർത്തിപ്പോയെന്നാണ്. അർജുൻ MP പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ നിർത്തിപ്പോയെന്നാണ്. ആൻഡ് പിന്നെ വെച്ചാൽ സുധിയാണനെ പോലെ ആൾക്കാർ. ഓക്കെ, സുധിയാണൻ്റെ ചാനൽ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ഇപ്പോഴത്തെ ഈ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിൻ്റെ എത്രത്തോളം വലിപ്പെടുന്നത്. കാരണം സുധിയാണൻ ആപ്പാടെ കിട്ടുന്ന വ്യൂവേഴ്ഷിപ്പ് പറഞ്ഞാൽ എപ്പോഴും ഒരു 40K താഴെക്കാരം. കാരണം അത്ര ആക്റ്റീവ് വ്യൂവേഴ്സ് ഇപ്പം മൈൻക്രാഫ്റ്റിനുള്ളൂ. അത്രയും കമ്മ്യൂണിറ്റി അത്രയും ചെറുതായി. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം യൂസ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് നിർത്തിപ്പോയതാണ് വേറൊരു കാരണം. അപ്പോൾ ഇത് തന്നെ ക്രിയേറ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലാതായപ്പോൾ, ക്രിയേറ്റേഴ്സ് മൈൻക്രാഫ്റ്റ് ബേസ് വീഡിയോസ് ഇടാതായപ്പോൾ വ്യൂവേഴ്സിനും ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട് ഗെയിം അപ്ഡേറ്റ്സ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട്. അങ്ങനെയാണ് ഈ കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ഇങ്ങനെ ഡൗൺ ആയത്. ആൻഡ് പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, അല്ലേ തന്നെ നിങ്ങൾ അന്ന് കളിച്ച എത്ര ആൾക്കാർ പിന്നെ ഇപ്പോൾ കളിക്കുന്നുണ്ട് മൈൻക്രാഫ്റ്റ്. പക്ഷെ ഞാൻ വളരെ വൈകിപ്പോയി ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം അന്നൊന്നും എനിക്ക് മൈൻക്രാഫ്റ്റ് ഗെയിമിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ കളിച്ചു, എനിക്ക് ഇഷ്ടമല്ല, ഒരു ബ്ലോക്ക് ഗെയിം പറഞ്ഞിട്ട് ഞാൻ തട്ടിവിട്ടേന്. പക്ഷെ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് മൈൻക്രാഫ്റ്റിൽ വന്നത്. പക്ഷെ അന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ട് ഞാൻ അപ്പലെ വീഡിയോ ആ ടൈമിലെ, അത് ഈ കൊറോണ ടൈമിലൊക്കെ ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്തുള്ള വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടാണ് കാണുന്നത്. സ്പീഡ് റണ്ണ് അങ്ങനത്തെ ഒരുപാട് ഇപ്പോഴാണ് അതിനെ പറ്റിയൊക്കെ അറിയണത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെ കേരള മൈൻക്രാഫ്റ്റ്
ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാത്തിനും വിപരീതമായിട്ട് നടക്കണം. അതായത് ഒന്നാമത് ഗെയിം അടിപൊളി അപ്ഡേറ്റ്സ് കൊണ്ടുവരണം. ഇപ്പോൾ ഏകദേശം ഓക്കെ എടുക്കാം. ഐ മീൻ ഇപ്പോൾ ഒരു ഷെയ്ഡർ പോലെ ഒന്ന് ബെഡ്റോക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഐ മീൻ വൈബ്രൻറ്റ് വിഷ്വൽസ് അങ്ങനെ, അതായത് ഷെയ്ഡർ ഇട്ട പോലെ നമുക്ക് സെറ്റിങ്സ് തന്നെ ഒരു വേൾഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഹാപ്പി ഗാസ്റ്റ് അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ അതൊക്കെ വരട്ടെ, നല്ല രീതിക്ക് നടക്കട്ടെ. അങ്ങനെ പോലെ കിടിലം പോലത്തെ അപ്ഡേറ്റ്സ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്രിയേറ്റേഴ്സിനെ അത് കാണിക്കാം. ആ കണ്ടന്റ് അതിലങ്ങനെ ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോഴേ ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്ഡേറ്റ് വന്നാലേ ക്രിയേറ്റേഴ്സിന് ഉള്ളൂ. അങ്ങനെ അപ്പോഴേ ടോപ്പ് നോച്ച് ക്രിയേറ്റേഴ്സ് ഇതിൽ വന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിർത്തിപ്പോയ അർജുൻ MP പ്ലേയേഴ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഞാൻ അവരെ മാത്രമല്ല FTT ഗെയിമിങ് പോലെ ആൾക്കാർക്കൊക്കെ, FTT ഗെയിമിങ്ങൊക്കെ പണ്ടത്തെ വ്യൂവർഷിപ്പ് നോക്കിയത് അന്ന് അത്രയും വലിയ മാസീവ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത്രയും വലിയ വ്യൂവർഷിപ്പൊക്കെ FTTക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴോ അതാ പറയുക, അതാ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം. ഞാൻ ക്രിയേറ്ററിനല്ല കുറ്റപ്പെടുത്തുന്നത്, ആ കമ്മ്യൂണിറ്റീൻ്റെ മൊത്തത്തിൽ അങ്ങനെ ഡൗൺ ആയി, മൊത്തത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺ ആയി. അപ്പോൾ FTT പോലുള്ള യൂട്യൂബേഴ്സൊക്കെ എന്ത് ചെയ്യണം, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അടിപൊളി മറ്റേ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ടോപ്പ് ക്രിയേറ്റേഴ്സ് മൊത്തം കണ്ടന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂവർഷിപ്പ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇങ്ങനെ തന്നെ. പിന്നെ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഗ്ലോബലി മൊത്തത്തിൽ മൈൻക്രാഫ്റ്റ് പറഞ്ഞാൽ ഇതിനായിട്ട് കണ്ടന്റ് ടോപ്പ് ക്രിയേറ്റേഴ്സ് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ വലിയ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ PewDiePie, ഡ്രീം പോലെ വലിയ ക്രിയേറ്റേഴ്സും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിറ്റി നല്ല രീതിക്ക് ബൂസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ക്രിയേറ്റേഴ്സിന് സ്ട്രീമേഴ്സിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രീമേഴ്സ് പറയുമ്പോൾ ഈഗിള്, തൊപ്പി, സായിപ്പോൾ ഇവർക്ക് ഹൈ എൻഗേജ്മെൻറ്റാണ്. കാരണം ഇവരെ വീഡിയോസ് ഓൾറെഡി കാണുന്നതും ഈ യങ്സ്റ്റേഴ്സിനാണ്. പൊതുവെ നമ്മളെ പ്രായമുള്ള ആൾക്കാരല്ലേ ഇവരൊക്കെ വീഡിയോസ് കാണുള്ളൂ. അപ്പോൾ ഇവർ ഈ ഗെയിം കളിച്ചു തുടങ്ങിയാൽ ഈ കേരള പെട്ടെന്ന് നമുക്ക് വിചാരിച്ചങ്ങളൊക്കെ 10x ബെറ്റർ ആയിട്ട് നടക്കും കാര്യങ്ങൾ. പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഇവരാരും ഈ ഗെയിമിനെ പറ്റി അറിഞ്ഞതന്നെയല്ല എന്ന് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈഗിളൊക്കെ. കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളൊന്ന് വെറുതെ ChatGPT ഒക്കെ നിർത്താൻ സെർച്ച് ചെയ്തേക്കുക, ബെസ്റ്റ് ഗെയിം എവർ ക്രിയേറ്റഡ്. അപ്പോൾ ഫസ്റ്റ് വരെ മൈൻക്രാഫ്റ്റ് കാര്യം സത്യം ഇടും സെർച്ച് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവർ ഈ ഗെയിമിനെ പറ്റി അറിഞ്ഞില്ല എന്നാണ് എനിക്ക് സംശയം. ഇവർ ഈ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ തന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഇത്രയും വലുതാവും. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഹൈ ആക്റ്റീവായി ചെയ്താൽ കമ്മ്യൂണിറ്റി വലുതായി. പിന്നെ എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ തമ്മിൽ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 8 മാസമായി. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെ മൈൻക്രാഫ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിലെന്തോ ചെയ്യണത്, എനിക്കൊന്നും മനസ്സിലായില്ല. വെറും ബ്ലോക്ക് ഇട്ട് കളിച്ച ഗെയിം ഇതിനെന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഗെയിം ശരിക്കും കളിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റ് ഗെയിമിൽ നിന്നൊക്കെ മൈൻക്രാഫ്റ്റിനെ ഭയങ്കര ഡിഫറൻ്റ് ആക്കണം. എന്താ പറയുക, മറ്റ് ഗെയിംസിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ PUBG, ഫ്രീ ഫയർ പോലത്തെ ഗെയിമിനൊക്കെയാണ് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഒരു മാപ്പ് ഉണ്ട്, അതിലെ സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിനെ സംബന്ധിച്ചുള്ള ഒരു ലിമിറ്റേഷൻ ഇല്ല, എൻലെസ് പോസിബിലിറ്റീസ്. ഓക്കെ, എന്തുവാണെന്ന് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനൊരു ഗെയിം. അതാ പറഞ്ഞത്. ഇപ്പോൾ ഈ സ്ട്രീമേഴ്സ് പോലെ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാതെ പോയി. എന്തുകൊണ്ട് എനിക്ക് മനസ്സിലുള്ളൂ, ആരും എന്തുകൊണ്ട് കളിക്കില്ല. ഇപ്പോൾ തന്നെ ഫോറിൻ കൺട്രീസിൻ്റെ സ്ട്രീം, ഇപ്പോൾ IShowSpeed പോലത്തെ ക്രിയേറ്റേഴ്സൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിന് അവിടെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ മാത്രം അതിനൊന്നും ആളില്ലാതെ പോയി. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ പാപ്പാടെ കുറച്ച് ആൾക്കാരുള്ളൂ ആക്റ്റീവായിട്ട് നിൽക്കണേ ഇപ്പോൾ ഈ 2025-ലും. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആകപ്പാടല്ല കുറച്ച് ആൾക്കാർക്ക് ഈ കമ്മ്യൂണിറ്റി നല്ല രീതിക്ക് വലുതാണെന്ന് വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരാണ്. കാരണം ഇതിലിപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ, എൻ്റെ ഒരു നോർമൽ വ്യൂവർഷിപ്പ് പറഞ്ഞാൽ 2500 to 3000 ആ സംതിങ് ഒക്കെ കയറാം. ഓക്കെ, അപ്പോൾ അത് തന്നെ അത്ര വ്യൂസ് ആകുമ്പോൾ തന്നെ അതിൻ്റെ കമൻസും 200-300 കമൻസൊക്കെ വരും. അതെനിക്ക് മനസ്സിലാവും ഇവർക്ക് എല്ലാവർക്കും ഈ കമ്മ്യൂണിറ്റിൻ്റെ പഴയതുപോലെ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെത്ര ശ്രമിച്ചാലും നടക്കാൻ പോകില്ല. കാരണം ഇതിനായിട്ട് ഇൻട്രസ്റ്റുള്ള ആൾക്കാർ കുറഞ്ഞു പോയി. ആൻഡ് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി പഴയതുപോലെ അതിനേക്കാളും ബെറ്റർ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗെയിം നല്ല അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരട്ടെ. ഇല്ലെങ്കിൽ ഹെല്ലോ ഫക്ക് ഒന്നും നടക്കാൻ പോകില്ല. നല്ല അപ്ഡേറ്റ്സ് ഒന്നും നടക്കാൻ പോകില്ല. ആൻഡ് ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഈ ചാനലിലെ ഫ്യൂച്ചർ പ്ലാൻസ്. ഓക്കെ, എനിക്ക് മെയിനായിട്ട് ഈ ചാനലിൽ ചെയ്യാൻ ആഗ്രഹം വെച്ചാൽ എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യണം. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ അതിൽ ഒരുപാട് ഗെയിംസ്, പിന്നെ എനിക്ക് ഡിസ്കോഡ് സെർവർ തുടങ്ങണം. കാരണം എനിക്ക് ഗെയിംസ് പ്ലസ് ഡിസ്കോഡ് റിയാക്ഷൻസ്. ഇപ്പോൾ ഡിസ്കോഡ് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മോഡറേറ്റേഴ്സിനൊക്കെ ആവശ്യമുണ്ട്. ആര് മോഡറേറ്റർ ആവും? ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ആർക്കെങ്കിലും മോഡറേറ്റർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പം നേരത്തെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടീനി, നിങ്ങൾക്ക് ഈ ചാനൽ എന്താ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെറും മൈൻക്രാഫ്റ്റിൻ്റെ കണ്ടന്റ് മാത്രം മതി എന്ന് പറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ വെറും മൈൻക്രാഫ്റ്റ് ആയിട്ട് ഒതുക്കില്ല. ഡിഫറെൻറ്റ് ഗെയിംസ് ആയിക്കാരം കളിച്ചാൽ പോകുന്നത്. ഡിഫറെൻറ്റ് PC ഗെയിംസൊക്കെ, PC ഗെയിംസ്, മൊബൈൽ ഗെയിംസ് പലതും ഉണ്ട് ചെയ്യാം. ഡിസ്കോഡ് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ എന്താ, കാരണം മൈൻക്രാഫ്റ്റിൻ്റെ കമ്മ്യൂണിറ്റി ഇത്രയും ചെറുതാവുമ്പോൾ ഈ ഒരു ലെവൽ ആൾക്കാർക്ക് നമ്മളെ വ്യൂവർഷിപ്പ് പോവുള്ളൂ.
ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവാൻ പോകില്ല. കാരണം ഇപ്പോൾ ഇതിൽ ഇത്ര ആൾക്കാരെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം എൻ്റെ ചാനലിൽ ഈ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരും ഈ ഒരു ഗെയിമിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് നോക്കാം, ഇനി നോക്കാം, നമുക്ക് കണ്ടന്റ് ചെയ്ത് നോക്കാം. ആൻഡ് പിന്നെ ഞാൻ കുറേ കാലമായി PC വാങ്ങാറ്. ഇയാളെ എന്തൊരു എക്സ്പെൻസീവാണ്. ഞാൻ സാധാരണ കൊണ്ടൊന്നും നടക്കും എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരൻ്റെ PC വാങ്ങൽ. ഉദാഹരണത്തിന് ഒരു RTX 3050 വാങ്ങാൻ തന്നെ വേണം, സെപ്പറേറ്റ് വാങ്ങുന്നുണ്ടോ കാര്യം പറഞ്ഞാൽ 35,000 റുപ്യ. പിന്നെ ഒരു PC ബിൽഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര റുപ്യാവും? 17,000 ബഡ്ജറ്റ് ആണ്ടേ. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഡൗട്ട് വെച്ചാൽ ഗെയിമിംഗ് ലാപ്പ് ആണോ ഗെയിമിംഗ് PC ആണോ. പക്ഷെ എനിക്കറിയാം പെർഫോമൻസ് ഒക്കെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് PC കയറാം, ഡെസ്ക്ടോപ്പ് വേർഷനിൽ കയറാം. പക്ഷെ ക്യാഷ് വേണ്ടേ? ഒത്തിരി പ്രൊസറും ഗെയിമിങ് സാധനങ്ങളും ആകുമ്പോൾ എത്ര കാലം പൈസയും. ലാപ്പ് ആകുമ്പോൾ പിന്നെ വെച്ചാൽ എനിക്കെന്താ പറയുക, എനിക്കിങ്ങനെ ബൾക്ക് ഇങ്ങനെ ആകെ വയറൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നോർമൽ ഒരൊറ്റ ഡിവൈസ് ആകുമ്പോൾ കൊണ്ടുനടക്കാനൊക്കെ സിമ്പിളല്ലേ. പിന്നെ ഒരു RTX 4050 വിത്ത് Intel i5 പ്രൊസറിന് അത്യാവശ്യം AAA ഗെയിംസൊക്കെ കളിച്ചുകൂടെ. എനിവേ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആഗ്രഹിക്കണം മൈൻക്രാഫ്റ്റ് ആ കൊറോണയുടെ ടൈമിലൊക്കെ എല്ലാം പോലെ ഇപ്പോഴും നല്ല സ്ട്രെങ്ത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ നിങ്ങൾ വലിയ വലിയ ക്രിയേറ്റേഴ്സ് നോക്കുക, അർജു, ഷസാം പോലത്തെ ക്രിയേറ്റേഴ്സ്, ഓരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ട്രെൻഡിനൊപ്പം ഇങ്ങനെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷസാമണനെ നിങ്ങൾ നോക്ക്. ഷസാമണൻ എന്താ ചെയ്യണേ? ഒരു മൂവി റിലീസ് ചെയ്ത് ആ ടൈമിൽ ഷസാമണൻ ആ മൂവിൻ്റെ റിവ്യൂ, കാരണം ആ മൂവി അവിടെ ഇറങ്ങുന്നതിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടൊരു ഹൈപ്പ് ഉണ്ടാവും. ആ ഹൈപ്പ് മുതലത്തെ മൂവി റിവ്യൂ ചെയ്യുന്നു, അതിൻ്റെ വ്യൂവർഷിപ്പിനുണ്ടാവും. പിന്നെ അതേപോലെ അല്ല പിന്നെ സ്ട്രീമേഴ്സ് ഓൽക്കും അങ്ങനെ നല്ല എൻഗേജ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞത് ഞാൻ വിശ്വസിക്കണേ. വീഡിയോ ബോറിംഗ് ആയതിലൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നി ക്യാമറ ഓണാക്കി ലൈറ്റ് ഇട്ട് എനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയില്ല എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. ഞാൻ വീഡിയോ കട്ടെന്ന് ഞാൻ തന്നെ കണ്ടോക്കട്ടെ എന്ന് സംഭവം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ക്രിയേറ്റേഴ്സിന് വിട്ടുപോയോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് പറയേണ്ട എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കറിയാം എനിക്ക് ഈ വീഡിയോസായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് ക്യാമറയോട് ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ അധികം എനിക്ക് ശീലമല്ല. ഞാൻ എത്രമാനം വട്ടം ഞാൻ ക്യാമറ ഓണാക്കും, എടുത്ത് നോക്കും, മടിയാവും, പിന്നെയും വേഗം അങ്ങനെ അവസാനം എടുത്ത് കഴിച്ചാണ്. ഓക്കെ നിങ്ങൾ ഇത്തിരി നേരം തന്നെ കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരാം. എന്നിട്ടിപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഗെയിംസ് ചെയ്ത് നോക്കാം. ഞാൻ മൈൻക്രാഫ്റ്റ് ടോട്ടലി നിർത്തി എന്നല്ല ഞാൻ പറയണേ. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കും, പക്ഷെ അതിൻ്റെ ഒപ്പം ഹൈ എൻഡ് PC ഗെയിംസും അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് PF D'Souza പോലത്തെ ക്രിയേറ്റേഴ്സിന് നൈസല്ല. PF D'Souzaൻ്റെ ക്രിയേറ്റിവിറ്റി വീഡിയോസൊക്കെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ടൈപ്പ് ആണെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ശരി.